എക്കണോമിക്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വമായി സ്വാഗതം. VHSE ജൂനിയർ എക്കണോമിക്സിൻ്റെ എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകളാണ് ഐസക് എന്ന ചാനലിലൂടെ നൽകുന്നത്. ഈ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള സിലബസ് ക്ലാസ്സുകൾ നേരത്തെ HSST ജൂനിയർ എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ അതേ സിലബസ് തന്നെയാണ് ഈ VHSE ജൂനിയർ എക്കണോമിക്സിനും. അതുകൊണ്ട് നിങ്ങൾ ആ സിലബസ് ഓറിയന്റഡ് ക്ലാസ്സുകൾ കാണുന്നതിനായിട്ട് ഐസക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇനി മുതലുള്ള ക്ലാസ്സുകളിൽ സിലബസിലെ മറ്റു നമ്മൾ അന്ന് മിസ്സായ ടോപ്പിക്കുകളും കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഹാർഡ് കോപ്പി ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും 9446207511 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്കത് ലഭ്യമാക്കുന്നതാണ്. എക്കണോമിക്സിൻ്റെ എല്ലാ പോർഷനിൽ നിന്നുമുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസുകൾ പ്ലസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ജൂനിയർ എക്കണോമിക്സ് പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്ന എല്ലാവരെയും ഈശ്വര പ്രാർത്ഥനയോട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും കിട്ടട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കൊന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. കാരണം കമൻറ്റുകൾ കണ്ടിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണമെന്ന്. നമുക്ക് അപ്പോൾ അവർ പറഞ്ഞതുപോലെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. Which of the following is not a mathematical average? Arithmetic mean, geometric mean, harmonic mean and median. Median is not mathematical average. Median is not mathematical average. Median and mode are positional average. Median and mode are എന്താണ്? Positional average. Next one. Step deviation method of calculating arithmetic means is specially recommended for. Step deviation method. Option A. Frequency distributions with uniform class intervals. Discrete frequency distributions when given values are equidistant, both A and B, and continuous frequency distributions with unequal class intervals. അപ്പോൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ബോത്ത് A and B ആണ്. ഏതെല്ലാമാണ്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് വിത്ത് യൂണിഫോം ക്ലാസ് ഇന്റർവെൽസ്, discrete frequency distributions where given values of the variables are equidistant. Next one, the sum of the squares of the deviations of set of observations from arithmetic mean is minimum means. The sum of the squares of deviations of set of observations from arithmetic minimum means the sum of the squared deviations from mean is equal to the sum of the squared deviations from any of the extreme values. The sum of the squared deviations from mean is equal to the sum of the squared deviations from any of the extreme values. Next one, the value of variable which divides the group into two equal parts, one part comprising all values greater than and other values less than itself, it is called a median. The value of variable which divides the group into two equal parts, one part comprising all values greater than and the other values is less than, it is called what is called a median. Next one, the value at a point around which items tend to be most heavily concentrated is called dash. The value at the point around which items tend to be most heavily concentrated, it is called answer എന്ന് പറയുന്നത് mode ആണ്. The value at the point around which items tend to be the most heavily concentrated, it is called mode. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതെല്ലാം ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സിൽ നിന്നും വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് മൈക്രോ എക്കണോമിക്സിൽ നിന്നും വന്ന ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് വിധമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക. If price consumption curve for a commodity is horizontal at all relevant prices for it, the demand curve for commodity is rectangular hyperbola. എന്താണ്? If the price consumption curve for a commodity is horizontal at all relevant prices for it, the demand curve for that commodity is what shape? Rectangular hyperbola. ഇതൊരു previous year question ആണ്. Next one, when the price of inferior goods falls, when the price of inferior goods falls, the substitution effect tends to increase the quantity of goods demanded, while the income effect tends to reduce it. ഇതും
ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ VHSE ജൂനിയർ എക്കണോമിക്സിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ പെട്ടതാണ് ഇതെല്ലാം. When the price of inferior goods falls, the substitution effect tends to be increase the quantity of goods demanded, while the income effect tends to be reduce it. Next one, a higher values of cross elasticity indicates that two commodities are heavily good substitutes. A high value of cross elasticity indicates that two commodities are very good substitutes. Next one, consumer surplus is highest in the case of necessities. Consumer surplus is highest in the case of necessities. Price effect in indifference curve analysis arises. Price effect in indifference curve analysis arises when consumer becomes either better off or worse off because price change is not compensated by income change. When price change is not compensated by income changes. Next one, an increasing cost industry long run supply curve has positive slope. An increasing cost industry's long run supply curve is positively sloped. Positively sloped. Next one, the rising MC curve of a profit maximizing competitive firm constitutes ineffectives. Competitive supply curve. Answer എന്താണ്? Competitive supply curve. The rising MC curve of the profit maximizing competitive firm constitutes in its effect is competitive supply curve. Competitive supply curve. For next one, for a positively sloped straight line supply curve that intersects price axis is what? Greater than 1. For a positively sloped straight line supply curve that intersects price axis, it is greater than 1. What is the minimum possible price which just covers the MC of the product is paid by the consumer is called opportunity cost. The minimum possible price which just covers the MC of the product paid by the consumer is called opportunity cost. Opportunity cost. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം VHSE ജൂനിയർ എക്കണോമിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് മറ്റു പോർഷനിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഇതിനോടൊപ്പം മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് VHSEയിൽ വരുന്നുണ്ട്. നിങ്ങൾ എക്സാമിനേഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. നിങ്ങൾ ഒരിക്കലും തിരക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞ് വറി ചെയ്യേണ്ട കാര്യമില്ല. ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കുമ്പോൾ അതിൽ മനസ്സിരുത്തി പഠിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.